എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഓരോ ദിവസത്തെ കാര്യങ്ങളിൽ ചെറിയ ചെറിയ ശ്രദ്ധകൾ കൊണ്ടുവന്നാൽ നമ്മുടെ മാനസിക, ശാരീരിക ആരോഗ്യത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. നമ്മുടെ അലഞ്ഞു തിരിയുന്ന മനസ്സിനെ കുറേയൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ സാധ്യമാവും. ആദ്യത്തേത് ഉറക്കം. ദിവസവും 7-8 മണിക്കൂർ നന്നായി ഉറങ്ങാൻ സാധിക്കണം. അതിനായി നമ്മൾ ഉറങ്ങാൻ ഒരുങ്ങേണ്ടതുണ്ട്. കുടുംബം ഒന്നിച്ച് രാത്രി ഭക്ഷണം കഴിച്ച് സംസാരിച്ച് നമ്മുടെ ടി വി, മൊബൈൽ ഇത്തരം സ്ക്രീൻ ടൈം കുറച്ച് വളരെ സമാധാനവും സന്തോഷവുമുള്ള മനസ്സോടുകൂടെ നല്ല ഉറക്കത്തിനായി കാത്തിരുന്നാൽ നമുക്ക് നല്ല ഉറക്കം കിട്ടും. ദാഹിച്ച് വലയുന്നതിന് മുമ്പ് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. ദിവസവും ഓരോ ശരീരത്തിനും ആവശ്യമായ അളവിലുള്ള വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. കഴിഞ്ഞ കുറേ മാസങ്ങളായി അവിടെ വരുന്ന കേസുകളിൽ കൂടുതലായി ടീനേജുകാരിൽ കരച്ചിൽ, പെട്ടെന്നുള്ള ദേഷ്യം, സങ്കടം തീരെ സഹിക്കാൻ പറ്റാത്ത അവസ്ഥ, കൂട്ടുകാരുമായി കൂട്ടുകൂടാൻ പറ്റാത്ത അവസ്ഥ, പഠനത്തിൽ ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല, സ്കൂൾ പോകാൻ യാതൊരു താല്പര്യമില്ല, ഇങ്ങനെ കുറേ പ്രയാസങ്ങൾ ആണ്. ഏതാണ്ട് എല്ലാവർക്കും ഒരുപോലെയായിരുന്നു. ചില വ്യത്യാസങ്ങളുണ്ടെങ്കിലും മെജോറിറ്റി സിംറ്റംസും ഒരുപോലെയായിരുന്നു. ഇവരുടെ വൈറ്റമിൻ ഡി നോക്കുമ്പോൾ വളരെ കുറവായിരുന്നു. ഡെഫിഷ്യൻസിയാണ് ഉണ്ടായിരുന്നത്. 8, 9, 10 ഈ റേഞ്ചിലാണ് അതിൻ്റെ അളവുണ്ടായിരുന്നത്. അവർക്ക് വേണ്ട സപ്ലിമെൻസും തെറാപ്പിയും കൊടുത്ത് ഒരു 6 ആഴ്ച കഴിഞ്ഞപ്പോൾ കുട്ടികളിലുണ്ടായ മാറ്റം അത് വളരെ വിസിബിളായിരുന്നു. ഇപ്പം നമ്മുടെ മെൻ്റൽ ഹെൽത്തിൽ വൈറ്റമിൻ ഡിക്ക് നല്ല പങ്കുണ്ട്. അതുപോലെ ഇൻഫ്ലമേഷൻ കൂടാൻ സാധ്യതയുള്ള ഫുഡ് നമ്മുടെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കാം. ഡയറക്റ്റ് ഷുഗർ, റിഫൈൻഡ് കാർബോ ഫുഡുകൾ ബോഡിയിൽ ഇൻഫ്ലമേഷനുള്ള സാധ്യത കൂടുതലാണ് കഴിക്കുന്നത് കൊണ്ട്. അത് ഒഴിവാക്കി ആൻറ്റി ഓക്സിഡൻസ് കിട്ടാവുന്ന ഫുഡ് ഡയറ്റിൽ കൊണ്ടുവരിക. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, നട്ട്സ്, സീഡ്സ് ഇതുപോലെയുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ഡയറ്റിൻ്റെ ഭാഗമാക്കാം. റെഗുലർ എക്സസൈസ് ചെയ്യാൻ പ്രായമായ ഏത് പ്രായക്കാരിലും എക്സസൈസ് വളരെ നിർബന്ധമാണ്. അവരുടെ കൊഗ്നിറ്റീവ് സ്കില്ല് നന്നായി വർദ്ധിപ്പിക്കാൻ ഈ എക്സസൈസ് കൊണ്ട് സാധിക്കും. എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ന്യൂറോ പ്രൊട്ടക്റ്റീവ് പ്രോട്ടീൻസിൻ്റെ സെക്രീഷൻ കൂടും. അത് ബ്രെയിൻ ഹെൽത്ത് അതുപോലെ മെമ്മറി എല്ലാം കൂട്ടാൻ സഹായിക്കും. ഇനി ഉറക്കം പോലെ തന്നെ വളരെ പ്രാധാന്യമാണ് റിലാക്സേഷൻ. നമുക്ക് റിലാക്സ് ചെയ്യാൻ ഒരുപാട് വഴികളുണ്ട്. നമ്മുടെ ശ്വാസഗതി ശ്രദ്ധിക്കുന്നത് വലിയൊരു റിലാക്സേഷനാണ്. കുറച്ച് സമയം നമ്മുടെ ശ്വാസത്തിൻ്റെ താളം, ഒരു ഋതമുണ്ട് നമ്മുടെ ശ്വാസത്തിന്, അതുപോലെ അതിൻ്റെ ചൂട്, ഒരു ടെമ്പറേച്ചറുണ്ട്, ഫ്രീക്വൻസി ശ്രദ്ധിച്ചിരുന്നാൽ നമ്മുടെ ഉള്ളിൽ വല്ലാത്തൊരു അനുഭൂതി നിറയും. അത് നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ് കൂട്ടും. പുസ്തകങ്ങൾ വായിക്കാം, വായിച്ച് കേൾപ്പിക്കാം, കഥ പറയാം, കഥ കേൾക്കാം. അതുപോലെ കൂട്ടുകാർ, ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ടുള്ള പലതരം കളികൾ, ഇൻഡോർ ഔട്ട്ഡോർ കളികളെല്ലാം. അതുപോലെ നമ്മൾ മുമ്പ് പഠിക്കാൻ ആഗ്രഹിച്ച പല കാര്യങ്ങളും അതിപ്പോൾ നടത്തിയെടുക്കാം. ഇപ്പോൾ ആഗ്രഹിക്കുന്നു. അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങൾ, നല്ല ആഗ്രഹങ്ങൾ നമ്മൾ നേടാൻ വേണ്ട പ്രവൃത്തികൾ ചെയ്യാം. ഇതൊക്കെ നമ്മുടെ മനസ്സിന് സന്തോഷം കൂട്ടും. പ്രകൃതിയെ നിരീക്ഷിക്കാം. ചെടികളോടും പക്ഷികളോടും മൃഗങ്ങളോടൊക്കെ നമുക്ക് സംവദിക്കാൻ പറ്റും. നമ്മളൊരു പൂവിൻ്റെ ഭംഗി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമുക്കതിങ്ങനെ കൂടുതൽ ഭംഗിയായിട്ട് ഇങ്ങനെ തോന്നും ആ വസ്തുവിനെ. അത് നമുക്ക് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഉള്ളിൻ്റെ ഭംഗിയും വർദ്ധിപ്പിക്കും. അതുപോലെ ഇന്നൊവേറ്റീവായ കാര്യങ്ങൾ ഇങ്ങനെ ഇമാജിൻ ചെയ്യാം. നമ്മൾ ഡേ ഡ്രീമേഴ്സ് എന്ന് പറയൂലേ, അത് ഇന്നൊവേറ്റീവായ കാര്യങ്ങൾ ഇങ്ങനെ ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ ഒരുപാട് പുതിയ ഐഡിയാസ് ഉണ്ടാവും. അത് നമുക്കൊരു സന്തോഷം തരും. അതുപോലെ തന്നെ ചില പുതിയ കാര്യങ്ങൾ പ്രവർത്തിക്കാനുള്ളൊരു വഴിത്തിരിവും ആവാറുണ്ട്. അത് നമ്മുടെ ഉള്ളിലെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കും. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും മനസ്സാന്നിധ്യം, ശ്രദ്ധ കൊണ്ടുവരാൻ സാധിച്ചാൽ അലഞ്ഞു തിരിയാത്ത സമാധാനമുള്ള മനസ്സ്
ഉണ്ടാവും നമുക്ക്. എല്ലാവർക്കും നല്ല ശാരീരിക മാനസിക ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും കാണാം.